ഈ ഊർജം തീനികളായ ആൾക്കാർ ഇപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ? ഞാൻ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ലല്ലേ? ഓക്കെ, ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞ് അതിലോട്ടെത്തിക്കാം. ഓക്കെ, പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരം നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഓക്കെ, ആ മരം നല്ല ഊർജത്തോടു കൂടി നിൽക്കുകയാണ്. ആൽമരത്തിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന മരങ്ങളിൽ ഒന്നാണ് ആൽമരം. ആ മരത്തിനാണ് ഞാനിപ്പോൾ ഉദാഹരണമാക്കുന്നത്. ആ മരത്തിൽ നല്ല ഊർജത്തോടു കൂടി ആ മരം നിൽക്കുവാണ്. പെട്ടെന്ന് അതിലോട്ടൊരു ഇത്തിൽ കണ്ണി കയറി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, ആ ഇത്തിൾ പതിയെ 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 ഗ്രോ ചെയ്തു. അത് ചുറ്റും പന്തലിച്ചു. ആ മരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളിൽ മുഴുവനും ഈ ഇത്തിൽ കണ്ണി എന്ത് ചെയ്യും? പടർന്ന് പന്തലിക്കും. അവസാനം എന്ത് ചെയ്യുമെന്നറിയാവോ? ഏറ്റവും എനർജറ്റിക്കായിട്ട് നിന്ന് പന്തലിച്ച് നിന്ന ആൽമരം പെട്ടെന്നൊരു ദിവസം പൊടുന്നനെ ഒരു ശബ്ദത്തോടു കൂടി നിലംപതിക്കുന്നത് കാണാം. സംഭവം എന്താണെന്നറിയോ? നല്ല രീതിയിൽ നല്ല വളവും ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും കിട്ടി നിൽക്കുന്ന ആൽമരത്തിൽ പെട്ടെന്നൊരു ദിവസം ഒരു ഊർജന്തീനിയായിട്ടുള്ള എന്താ പറയുക, ഇത്തിൽ കണ്ണി കയറിപ്പറ്റി. ഇത്തിൽ കണ്ണിക്കാണെങ്കിൽ വേറെ അധ്വാനിക്കാനൊന്നും വയ്യ. സോ ആൽമരത്തിൽ നിന്നുള്ള ഊർജം മുഴുവൻ ഊറ്റിയെടുത്തു. അതിനിങ്ങനെ തിന്ന് 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 ഇത്തിൽ കണ്ണി ഇങ്ങനെ വളരുന്നുണ്ടായിരുന്നു. പതിയെ 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 ഇത്തിൽ കണ്ണി എന്ത് ചെയ്തു? പന്തലിച്ചു. അവസാനം ആൽമരം നിലംപതിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മൾ നല്ല അൽഹംദുലില്ലാ നല്ല അവസ്ഥയിൽ കൂടെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നായിരിക്കും ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിലോ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ രൂപത്തിലൊക്കെ ചില മനുഷ്യർ നമുക്കുള്ളിലോട്ട് വരിക, നമ്മുടെ ഊർജം തിന്നാൻ വേണ്ടിയിട്ട്. അവർ പതുക്കെ നമ്മളിലൊരു ബന്ധമുണ്ടാക്കും. ആ ബന്ധമുണ്ടാകുന്നത് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ഈ ഊർജം നീനിയായ മനുഷ്യൻ എന്ന് അവരുടെ കൂടെ കൂടിയോ അന്ന് മുതൽ ഈ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ പതിയെ 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 അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ആദ്യം മനുഷ്യർക്ക് മനസ്സിലാവില്ല. നമുക്ക് ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? അവൻ എൻ്റെ ഫ്രണ്ടല്ലേ, എൻ്റെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, വെറും 5-10 ചോദിച്ചിട്ടുള്ളൂ, കൊടുക്കാമല്ലോ, ഹെൽപ്പ് ചെയ്യുന്നത് വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കും. നമ്മൾ ഈ കൊടുക്കുന്നതിനെ മറ്റാൾ അതിൻ്റെ വളമാക്കി മാറ്റും. പതിയെ പതിയെ കൊടുക്കുന്നതിൻ്റെ എമൗണ്ട് കൂടും. 10 കൊടുത്ത ആൾ 100 കൊടുക്കും, 100 കൊടുത്ത ആൾ 1000 കൊടുക്കും, പിന്നെ ലക്ഷത്തിലോട്ടാവും, പിന്നെ അങ്ങനെ അങ്ങനെ ആവും. അവസാനം ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? ആൽമരം പോലെ പൊടുന്നനെ വീണു പോവും. സോ ഇത്തരം ഊർജം നീനികളെ നമ്മൾ മനസ്സിലാക്കണം. ആ ഊർജം നീനികൾ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അട്ടപ്പട്ടലം അവർ ഊരിക്കൊണ്ട് പോകും. അത് ഫിനാൻസ് മാത്രമല്ല, ചില ഊർജം നീനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി കാർന്ന് തിന്നുന്നതായിരിക്കും. അത് പറഞ്ഞുതരാം. നമ്മൾ നല്ല രീതിയിൽ നല്ലപോലെ ജീവിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ഒരു വെറുതെ വന്നിരുന്നിട്ട് അവർക്ക് അവരുടെ സമയം കൊല്ലാൻ വേണ്ടിയിട്ടൊരു ഉപകരണം, അവരുടെ കുറേ കാര്യങ്ങൾ കുണു 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 കുണുവെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളെന്ത് ചെയ്യും? പോസിറ്റീവ് എനർജിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടെ ഈ ഊർജം നീനികളോടുകൂടെ ചേർന്നതോടുകൂടി വെറും നെഗറ്റീവ് വൈബിലോട്ട് പോകും, അല്ലെങ്കിൽ നെഗറ്റീവ് വൈബ്രേഷൻ അയാളിലും തുടങ്ങും. സോ കേട്ട് 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 ഓട്ടോമാറ്റിക്കായിട്ട് ഇയാളും ചിന്തിക്കാൻ തുടങ്ങും, അതല്ലേ ശരി, ഇതല്ലേ തെറ്റ്. സോ നേരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ മൊത്തത്തിൽ അടപടലം ഇല്ലാണ്ടാക്കാൻ ഇത്തരം ഊർജ നീനികൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ അത്തരം ഊർജ നീനികളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ജേക്കപ്പൊക്കെയാവും. സോ നമുക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുഫി ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.